ജിമ്മിനി ഉള്ള ആൾക്കാരൊക്കെ ഡെഫിനറ്റ്ലി ടോയ് മേടിക്കും, അത് സംശയമില്ലാത്ത കാര്യമാണ്. രസമല്ലേ? ഫുൾ മെറ്റലാണ് കേട്ടോ. ഇവർ പറഞ്ഞ 30 ദിനാറാണ്, പുള്ളി 22 ബിഡിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നാട്ടിൽ ഏകദേശം ഒരു സ്റ്റിയറിങ്ങിലും എല്ലാത്തിലും ഇന്നറിലും അത് അതേപോലെ തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ഇതാട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ട ആ സോളിഡ് ആക്സിലും കാര്യങ്ങളൊക്കെ ഇല്ല, അതേപോലെ ബാറ്ററിയും ഭയങ്കര സെറ്റപ്പ് കേട്ടോ. ഉണ്ട് അത് തന്നെ ഊരി കഴിഞ്ഞാൽ ഒരു പോർട്ടുണ്ട് ഒക്കെ ഉണ്ടോ. ഈ ഇതൊക്കെ തന്നെ ശരിക്കും ഒരു വെബ്സൈറ്റിൽ ഇതിൻ്റെ ടയേഴ്സൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. ഞാനിപ്പോൾ ബഹ്റിനിലൊരു ടോയ് ഷോപ്പിലാണ് കേട്ടോ. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം കാണിച്ചു തരാം. ഇവിടെ ഒത്തിരി ടോയ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണല്ലോ ജിംനി. നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ പുള്ളി. ഹൈ ബൈ കേസേ. good bro, good. I just want to show this Jimny to your friends, you know. ഇത് കണ്ടോ എന്ത് ഡീറ്റെയിൽ നോക്കിയേ. ഇത് വൈറ്റ് ആട്ടാ, ഇതിൻ്റെ ഗ്രീൻ ഇപ്പോൾ പുള്ളി കാണിച്ചു തരും. അൺബോക്സ് ചെയ്യുന്നതാണ്. ഞാൻ വേറൊരു ആവശ്യത്തിന് ഇതിനെ വന്ന കേട്ടോ. സാധനം കണ്ടപ്പോൾ പക്കാ ഡീറ്റെയിൽ. ഇതിൻ്റെ ഗ്രീൻ കളർ ഉണ്ടാക്കിയപ്പോൾ പുള്ളി വേറെ ഷോപ്പിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തന്നതാണ്. ഒരു രക്ഷയില്ലേ, ഫിനിഷിങ് സൂപ്പറാണ് കണ്ടല്ലേ. വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളുള്ളത് നോക്കിയേ. ഞാൻ ഈ പുള്ളിയുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ബഹ്റിനുള്ളവർക്കൊക്കെ ഒന്ന് മേടിക്കാം. നോക്കി എന്ത് രസമല്ലേ. ഫുൾ മെറ്റലാണ് കേട്ടോ, ഡീറ്റെയിലാണ്, ഒരു രക്ഷയില്ലത് അല്ല. നമ്മൾ ഡോർ ക്യാൻ യു ഓപ്പൺ ദിസ് ഡോർ ബൈ പൂര ഡോർ അബി ഓപ്പൺ കറോ. അതിൻ്റെ ഡീറ്റെയിൽ കണ്ടോ, നമ്മൾ ശരിക്കുള്ള കറക്റ്റായിട്ട് കാണിച്ചിരിക്കുന്നുണ്ടോ. എനിക്ക് സൂപ്പറായിട്ട് കേട്ടോ അത് ശരിക്കും. ആ കുട്ടി കീറുണ്ടോ മറ്റേ 4 വീൽ ഡ്രൈവിൻ്റെ. अभी पूरा डोर ओपन करो भाई. बैक साइड. ये बैटरी बहुत अच्छा है ना. ഇതിൻ്റെ ബാറ്ററി നല്ല രസമാണ് കേട്ടോ. ബാറ്ററി ആണെങ്കിൽ പോയി ഒരു പെട്ടി പോലെയാണ്. അതിൻ്റെ നമ്മൾ ഇതിനകത്തേക്ക് അങ്ങോട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെറ്റൽ ഗ്രൂ ഉണ്ട്, അതിനകത്ത് പോയിട്ട് അത് സെറ്റ് ആവുക ചെയ്യുക കണ്ടോ. ഇങ്ങനെ അതിൻ്റെ ബാറ്ററി വരിക. അത്രയേ ഉള്ളൂ. ഓക്കെ, കിട്ടുന്ന സാധനം കേട്ടോ. ഇതിൻ്റെ ബോക്സിൽ അതൊന്നും രണ്ട് ഇൻഫർമേഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ ചീസ് പോലെ കാണിച്ചിരുന്നു. ഞാൻ എന്തായാലും ഒരെണ്ണം മേടിക്കാന്ന് വെച്ചു കേട്ടോ. അഡിക്റ്റായി പോയി സാധനം കണ്ടിട്ട്, ഒരു രക്ഷയില്ല. ബോണറ്റ് തോടെ ഓപ്പൺ കറോ പോയി അല്ല അല്ല സ്റ്റാൻഡ് കണ്ട അതടക്കണ്ടതുള്ള. പുതിയ സാധനം ലേശം സ്റ്റക്ക് ഉണ്ട് ഇതാ. എന്തായാലും കിട്ടില്ല സാധനം കേട്ടോ. ഇവർ പറഞ്ഞ 30 ദിനാറാണ്, പുള്ളി 22 ബിഡിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നാട്ടിൽ ഏകദേശം ഒരു 5000 രൂപയുടെ അടുത്ത് വരും, 4000 സംതിങ് വരും. പക്ഷെ വെർത്താണ്. കളക്ഷൻ ഈ മിനിയേച്ചറൊക്കെ കളക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് 100% ഇഷ്ടമാവും ഈ സാധനം. പ്രത്യേകിച്ച് ജിമ്മിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു സംശയമില്ല, ഉറപ്പായിട്ട് ഇഷ്ടമാവും. സ്റ്റെപ്പിനൊക്കെ പിടിപ്പിക്കാൻ കേട്ടോ ടയർ. ആ സൂപ്പർ പോയിട്ടാ, സൂപ്പർ പോയിരുന്നു. എനിക്ക് ഇവിടുത്തെ വേറെയും കുറേ കളക്ഷൻസ് ഉണ്ട്, നമുക്ക് വേറെയും കുറേ സാധനം കാണിച്ചു തരാം. ഇതൊക്കെ ഇവരുടെ സാധനം കേട്ടോ, സൂപ്പർ. ഈ FJ ക്രൂസിലൊക്കെ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് കേട്ടോ. ഈ ഷോപ്പിൻ്റെ പേര് ഞാൻ ഒരിക്കലും അറിയണമെങ്കിൽ ഇതാണ്, മൈ ടോയ്സ് ആണ്. ഷോപ്പ് നമ്പർ 242. വേറെയുള്ളവർക്ക് വേണ്ടി മാത്രം കാണിച്ചു തരണത്. ജനറലി ഇത് വണ്ടിയുടെ ഒരു മിനിയേച്ചർ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് തോന്നി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വൈറ്റ് അത്ര ഒരു സുഖമല്ലേ, പക്ഷെ ഗ്രീൻ ഭയങ്കര ഐ ക്യാച്ചിങ് ആണ്. അങ്ങനെ നമ്മൾ ജിംനി മേടിച്ചു കേട്ടോ, ജിമ്മിൻ്റെ സ്കെയിൽ മോഡൽ. ഇത് 1:16 ആണ്. ഇതെനിക്ക് തോന്നുന്നു സുസുക്കിയുടെ തന്നെ ലീഗലി അവർ ഓത്തറൈസ് ചെയ്ത സാധനം തോന്നുന്നുണ്ട് എനിക്ക്. ഒരു ലൈസൻസുള്ള പ്രൊഡക്റ്റാണെന്നാണ് തോന്നണത് കണ്ടിട്ട്. മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ പക്ക ഡീറ്റെയിൽഡ് സാധനമാണ് അല്ലേ. അവർ ലോഗോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റിയറിങ്ങിലും എല്ലാത്തിലും. ഇന്നറിലും അത് അതേപോലെ തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. നല്ല ഫിനിഷിങ്ങാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഇവിടെ ഉണ്ട്. ബാറ്ററി ഏതാണ്, എങ്ങനത്തെയാണ് കാര്യങ്ങളതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 2.4 GHz റിമോട്ട് കൺട്രോൾ സിമുലേഷൻ കാർ, ഫുൾ സ്കെയിൽ സിമുലേഷൻ മോഡൽ സീരീസ്.
ഇൻറ്റഗ്രേറ്റ് സർക്യൂട്ട് പുകയൊക്കെ വരും അത്ര തന്നെ. അത് നമുക്ക് അൺബോക്സ് ചെയ്യാം കേട്ടോ. അതിനൊരു കാറ്റലോഗാണുള്ളത്. സ്റ്റിക്കേഴ്സ്, ഇതൊക്കെ സ്റ്റിക്കേഴ്സ് കേട്ടോ, വേണമെങ്കിൽ നമുക്ക് ഒട്ടിക്കാം വണ്ടിയുടെ അതിനനുസരിച്ചിട്ട്. സൂപ്പർ സെറ്റപ്പ് കേട്ടോ. സാധാരണ ഒരു ടോയ് കാർ പോലെയൊന്നുമല്ല, നല്ല രീതിയിൽ ഫിനിഷിങ് അതിലൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് റിമോട്ട് ഇട്ടാ. റിമോട്ട് ഞാൻ എടുക്കുന്നില്ല തൽക്കാലം. നമ്മൾ സ്കെയിൽ മോഡൽ എന്ന നിലയ്ക്കാണ് വാങ്ങിച്ചത്. റിമോട്ട് വെച്ച് യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നല്ല കേട്ടോ. അയ്യോ, ഇതാണ് സാധനം. നല്ല ആർട്ടിക്കുലേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഓ, എന്താ ഫിനിഷ് നോക്കിയ ഞങ്ങളേക്ക്. ഡേയ്സിലെ അല്ല എഴുത്തൊക്കെ കണ്ടു എനിക്ക്. ഓട്ടോ കൊള്ളാം, സൂപ്പറാണ്. മറ്റേ ആ ഹാൻഡിലൊക്കെ ഉണ്ടോ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എനിക്ക് ഇതാട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ട ആ സോളിഡ് ആക്സിലും കാര്യങ്ങളൊക്കെ അല്ലേ, അതേപോലെ ഒരു ഓപ്പൺ നെക്കൽ സിസ്റ്റം പോലെ കാണിച്ചിട്ടില്ല, പക്ഷെ ആക്ച്വലി ക്ലോസ് നെക്കിലാന്ന് തോന്നുന്നു ജിംനിക്ക്. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല നല്ല ഫിനിഷിങ്. ബാക്കിലത്തെ ഡോറും തുറക്കാം. ഇതാണ് അതിൻ്റെ ബാറ്ററി അല്ലേ. ഇതെനിക്ക് തോന്നുന്നു വെള്ളം ഒഴിക്കാൻ എന്തോണത് ഈ സാധനം. ബാറ്ററി ചാർജിൽ വെച്ചിട്ട് സ്ലോട്ടിൽ അമർത്തി കഴിഞ്ഞാൽ ബാറ്ററിന് സ്റ്റെപ്നിയോ റിയർ വൈപ്പറും എല്ലാം ഉണ്ട് കേട്ടോ. ഫങ്ഷനിങ് അല്ല, പക്ഷേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻജിൻ റൂം ഓക്കെ, അവിടെ കമ്പിങ് എല്ലാം ഉണ്ട് തുറക്കാനൊക്കെ ആയിട്ട്. കൊള്ളാമല്ലേ. ബാക്കിലെ ഡീറ്റെയിൽസ് ഇട്ടാ. ജിമ്മിനി ഉള്ള ആൾക്കാരൊക്കെ ഡെഫിനറ്റ്ലി ടോയ് മേടിക്കും, അത് സംശയമില്ലാത്ത കാര്യമാണ്. അത്രയും കളക്റ്റീവായിട്ട് വെക്കാവുന്നൊരു സാധനമാണ്. പിന്നെ അത്രയും ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ, അതുണ്ടല്ലോ നല്ല ഫിനിഷിങ്ങുള്ളൊരു ടോയാണ്. പിന്നെ സ്റ്റെപ്നി ടയർ എടുക്കട്ടെ. ബോക്സും കൂടി വന്നിട്ടുണ്ടല്ലോ കുറേ. ഓ, കുറേ സാധനമുണ്ട്. ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, കുറേ ചെറിയ സ്പാനറൊക്കെ നോക്കിയാൽ ചെറിയ ഫിറ്റിങ്സൊക്കെ. മൈനറായിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. ഇതിവിടെ ഇതിനെ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവിടെ ആദ്യം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ടയർ ഇതിൽ മൗണ്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും. ചെറിയ സ്ക്രൂസൊക്കെ തന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുവഴി അതിലേക്ക് കയറ്റിട്ട് വരും. ഇത് ആദ്യം ഈ സ്ക്രൂസൊക്കെ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് ഏകദേശം ഫിറ്റ് ചെയ്ത് ക്ലിയറായിട്ടോ. ഈ ടയറിൽ ഈ സ്ക്രൂ ചെയ്തിട്ട് അല്ലെങ്കിൽ വെച്ച് ടൈറ്റ് ചെയ്തു. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഇനി ഇത് ഇതിൽ വെച്ചിട്ട് ഇവിടെ ടൈറ്റ് ചെയ്യണം തോന്നിക്ക്. അന്നത്തെ കാലത്ത് ടോയ്ക്കാറിൻ്റെ ഫിനിഷിങ്ങിന് എന്താ ലെവൽ നോക്കിയേ. ദാറ്റ്സ് ഇറ്റ്, സെറ്റായി. ഇതിൻ്റെ ടയർ ഊരാനൊക്കെ ഉണ്ടായി. ഇതൊക്കെ തന്നെ ശരിക്കും ഒരു വെബ്സൈറ്റിൽ ഇതിൻ്റെ ടയേഴ്സൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഇതിങ്ങനെ ഊരി കഴിഞ്ഞാൽ ഇതിൻ്റെ ടയർ ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റും. ഭയങ്കര ഡീറ്റെയിൽ കേട്ടോ. ചൈനീസ് സമ്മതിക്കണം, രക്ഷയില്ല എനിക്ക്. എന്താല്ലേ പക്ക ഡീറ്റെയിൽ. ടയർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നവർ പറയണത്. ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നമുക്കത് ഓർഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. കൊള്ളാം. അതിനകത്തൊരു പിന്നൊക്കെ ഉണ്ട്, ഒരു ഗ്രൂ കണ്ടോ അവിടെ. ഈ ഗ്രൂവിലാണ് ഈ പിന്ന് പോയിട്ടിരിക്കുക. അപ്പോൾ ടയർ ലോക്കാവുന്നത്. അപ്പോൾ ഗ്രൂവിലിരുന്നു.
ഇങ്ങനത്തെ സാധനം കാണുമ്പോഴാണ് ഇത് കുറച്ചും കൂടി പ്രൊഫഷണൽ ടോയ് ആണെന്ന് ഫീൽ ചെയ്യണം അല്ലേ. ബാറ്ററിയും ഭയങ്കര സെറ്റപ്പ് ആട്ടോ. ഉണ്ട് പിന്നെ ഊരി കഴിഞ്ഞാൽ ഒരു പോർട്ടുണ്ട്, ചാർജ് ചെയ്ത് നോക്കാം. ഓ ലൈറ്റ് എത്തുന്നുണ്ട്, ഗ്രീൻ ആൻഡ് റെഡ്. ചാർജ് കഴിഞ്ഞാൽ ഫുൾ ഗ്രീൻ ആവുണ്ടാവും. അങ്ങനെ ബാറ്ററി സെറ്റ് ചെയ്തു കേട്ടോ, ചാർജ് വെച്ച് കയറ്റി. ഇതിന് സ്വിച്ച് ഇതാണ്, ഇത് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും കേട്ടോ. പിന്നെ ഇതൊരു RC ടോയ് കാർ പോലെ നമുക്ക് ഉപയോഗിക്കാം. എനിക്ക് എന്തെങ്കിലും ഒരു സ്കെയിൽ മോഡൽ എന്നെനിക്ക് ഞാൻ കളക്റ്റീവായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജിംനി ടോയുടെ ഡീറ്റെയിൽസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കിടാൻ പറഞ്ഞുതരാം.